കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ വിധി ഡിസംബർ 8-ന്. നടൻ ദിലീപ് അടക്കമുള്ള എല്ലാ പ്രതികളും അന്ന് കോടതിയിൽ ഹാജരാകണം. 8.5 വർഷത്തിന് ശേഷമാണ് കേസിൽ വിധി പറയുന്നത്. 9 പ്രതികളാണ് കേസിലുള്ളത്. അഹമ്മദ് മുസ്തഫ വിവരങ്ങൾ നൽകും. മുസ്തഫ, വിചാരണ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി വിധിക്കായുള്ള കാത്തിരിപ്പാണ്. ഡിസംബർ 8-ന് വിധി പറയും. എന്തൊക്കെ നിർദ്ദേശങ്ങൾ കോടതിയുടെ മുന്നിൽ നിന്ന് വന്നിരിക്കുകയാണ്? എല്ലാ പ്രതികളും അന്നേ ദിവസം ഹാജരാകണമെന്നതാണോ? ഒപ്പം പരമാവധി ശിക്ഷ തന്നെ പ്രതികൾക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണോ പ്രോസിക്യൂഷൻ ഉള്ളത്? പ്രോസിക്യൂഷൻ അങ്ങനെ ഒരു രൂപത്തിലാണ് ഇതിനെ കാണുന്നത്. പരമാവധി ശാസ്ത്രീയമായ തെളിവുകൾ ഉൾപ്പെടെ ഹാജരാക്കിക്കൊണ്ടുള്ള വളരെ വിശദമായ ഒരു വാദം തന്നെയായിരുന്നു. മാത്രമല്ല, എതിർഭാഗം തങ്ങളുടെ ഭാഗം ക്ലിയർ ആക്കുന്നതിന് വേണ്ടി വളരെ വലിയ വിസ്താരത്തിലേക്ക് ഉൾപ്പെടെ പോവുകയും ചെയ്തിരുന്നു. എന്തായാലും പ്രധാനപ്പെട്ട വളരെ നിർണായകമായ ഒരു സ്വഭാവത്തിലേക്ക് 8.5 വർഷത്തിന് ശേഷം, 8 വർഷവും 9 മാസത്തിനു ശേഷം ഈ കേസിന്റെ വിധി പ്രസ്താവത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 2017 ഫെബ്രുവരി 17-ാം ദിവസം ഒരു രാത്രി എറണാകുളം അങ്കമാലിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ വെച്ച് ആ നടിയുടെ കാറിൽ ഒരു വാഹനം ഇടിക്കുകയും അതുമായി ബന്ധപ്പെട്ട തർക്കം സംസാരിക്കാനെന്ന പേരിൽ ആ വാഹനം തടഞ്ഞു വെക്കുകയും അതിനകത്തേക്ക് പൾസർ സുനി ഉൾപ്പെടെയുള്ള ആളുകൾ കടന്നു കയറുകയും പിന്നീട് ആ വാഹനം മുന്നോട്ട് പോവുകയും അതിൽ വെച്ച് അതിക്രൂരമായ രൂപത്തിൽ വളരെ പേടിപ്പെടുത്തുന്ന രൂപത്തിൽ നടി ആക്രമിക്കപ്പെടുന്നു. അതിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുന്നു എന്നതുൾപ്പെടെയുള്ളതാണ് ഈ കേസിന്റെ പ്രാഥമികമായ കുറ്റപത്രം. ആദ്യം പൾസർ സുനി അറസ്റ്റിലാകുന്നു. അതിനുശേഷം പിന്നീട് വളരെ വൈകി കുറെ കൂടി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, മൊഴികളുടെ അടിസ്ഥാനത്തിൽ ദിലീപ് ഉൾപ്പെടെ ഈ കേസിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുന്നു. ദിലീപിന്റെ അറസ്റ്റിന് എറണാകുളത്തെ ആലുവയിലുള്ള പോലീസ് ക്ലബ്ബിൽ വളരെ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം പിന്നീട് ദിലീപ് അറസ്റ്റിലാകുന്നു. 85 ദിവസമാണ് ദിലീപ് ഈ കേസിൽ ജയിലിൽ കഴിയുന്നത്. അതിനുശേഷം പിന്നീട് ആദ്യം വിചാരണ കോടതി ജാമ്യം തള്ളി. അതിനുശേഷം പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചാണ് ദിലീപിന് ജാമ്യം ലഭിക്കുകയും ചെയ്യുന്നത്. പിന്നീട് പലതവണ ഈ കേസിന്റെ വളരെ നിർണായകമായ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്നുള്ള നിലയ്ക്ക് മെമ്മറി കാർഡ് വിചാരണ കോടതിയുടെ അല്ലെങ്കിൽ നേരത്തെയുള്ള കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിന്റെ ഹാഷ് വാല്യൂ മാറുകയും അത് അനധികൃതമായി പരിശോധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഫോറൻസിക്കിന്റെ പരിശോധനാ റിപ്പോർട്ട് വരികയും ഒക്കെ ചെയ്യുന്ന വളരെ വിചിത്രമായ ഘട്ടങ്ങളിലൂടെ ഈ കേസ് കടന്നുപോയി. മാത്രമല്ല, വളരെ നിർണായകമായ ചില കാര്യങ്ങൾ സുപ്രീം കോടതിയുടെ വരെ വിമർശനത്തിനിടയാക്കി എന്നുള്ളത് കാണാതിരുന്നുകൂടാ. കാര്യം, പൾസർ സുനി 7-7.5 വർഷത്തിന് ശേഷം ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയെ സമീപിച്ച ഒരു ഘട്ടത്തിലാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ കേസിന്റെ വിചാരണ നടപടികൾ പൂർത്തിയാക്കണം, അനന്തമായി നീട്ടിക്കൊണ്ടു പോകരുത് എന്നതുൾപ്പെടെയുള്ള നിരീക്ഷണങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എന്തായാലും ഇപ്പോൾ 8 വർഷവും 9 മാസവും കഴിയുന്നു. 2017 ഫെബ്രുവരിയിൽ നടന്ന ഒരു കേസാണ് ഇപ്പോൾ 2025 ഡിസംബർ 8-ന് വിധി പറയാൻ പോകുന്നത്. ഈ വർഷം ഏപ്രിൽ മാസം ഇതിന്റെ വിചാരണ നടപടികൾ പൂർത്തിയായതാണ്. അതിനുശേഷം ദിലീപ് ഉൾപ്പെടെ 9 പേരാണ് ഈ പ്രതിപട്ടികയിലുള്ളത് എന്നതുകൂടി കാണണം. എന്തായാലും പൾസർ സുനി 1-ാം പ്രതിയും ദിലീപ് 9-ാം പ്രതിയുമാണ്. ഈ കേസിന്റെ നാൾ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കാവുന്ന രൂപത്തിൽ അതിജീവിതയുടെ പോരാട്ടം എന്നുള്ള നിലയ്ക്ക് ആ അതിജീവിത തന്റെ പ്രശ്നങ്ങൾ നേരിട്ട് പറയുന്നു, തുറന്നു പറയുന്നു. ഒരു ഘട്ടത്തിൽ വിചാരണ നടപടികൾ തുറന്ന കോടതിയിലാകണമെന്ന് വരെ, സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ലൈംഗികാതിക്രമ കേസുകൾ അടച്ചിട്ട കോടതി മുറികളിലാണ് ഇതിന്റെ വിചാരണ നടപടികൾ പൂർത്തിയാകാറുള്ളത് അല്ലെങ്കിൽ പുരോഗമിക്കാറുള്ളത്. പക്ഷേ അനിതര സാധാരണമായി ഒരു സുതാര്യതയ്ക്ക് വേണ്ടി തുറന്നിട്ട കോടതിയിൽ വരെ ഇതിന്റെ വിചാരണ നടപടികൾ വേണം എന്നുള്ള ഒരു ഘട്ടത്തിലൂടെ വരെ അഭിഭാഷകർ കടന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും വിചാരണ കോടതികളും ഉൾപ്പെടെ 8-8.5 വർഷത്തിന് ശേഷം നീണ്ട ഒരു അനന്തമായി നീണ്ടുപോയ ഒരു കേസിന്റെ വിചാരണ നടപടികൾ പൂർത്തിയാക്കി അതിന്റെ അന്തിമവാദം കഴിഞ്ഞാൽ അതിജീവിതയുടെ പോരാട്ടമാണ് നടിയെ ആക്രമിച്ച കേസിൽ കേരളം കണ്ടത്, കേരളം സാക്ഷ്യം വഹിച്ചത്. ആ കേസിലാണ് കോടതി വിധി പറയാൻ പോകുന്നത്. ഡിസംബർ 8-ന് കേരളം കാത്തിരിക്കുന്ന വിധി വരും. വിവരങ്ങളാണ് അഹമ്മദ് മുസ്തഫ നൽകിയത്.